ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം ഞാനിവിടെ പറയാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ഗുണമുള്ളതാകുന്നതെന്ന് അടുത്ത വർഷം ഇതേ സമയമാകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അടുത്ത വർഷം ഇതേ സമയം, അതായത് 2026 ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും എന്ന് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റിന് ഒരു റിപ്ലൈ അടുത്ത വർഷം 2026 ഡിസംബറിലായിരിക്കണം നിങ്ങൾ വീണ്ടും ഇടേണ്ടത്. കാരണം നിങ്ങൾക്കതിലെത്താൻ പറ്റുമോ ഇല്ലയോ എന്ന്. നമ്മൾ എന്താണോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഈ പ്രപഞ്ചം നമ്മിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സോ ആത്മാർത്ഥമായിട്ട് നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിച്ചു, അല്ലെങ്കിൽ അതിലേക്ക് ഏകദേശം ഒരു 90% എത്തി എന്ന് നിങ്ങൾക്ക് അടുത്ത വർഷം ഇതേ സമയമാകുമ്പം കമൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ കമൻറ്റ് ചെയ്യുക. ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെപ്പോഴും ഈ 1ാം റാങ്ക് കിട്ടിയവരുടെയും അതുപോലെ 2ാം റാങ്ക് കിട്ടിയവരുടെയൊക്കെ സക്സസ് സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെയാണ് യൂട്യൂബിൽ കണ്ട് എങ്ങനെയാണ് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് എന്നൊരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കുന്നത്. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ പഠിച്ചിട്ടും ഈ റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് കിട്ടാതെ റാങ്ക് ലിസ്റ്റിൽ പുറകിലായി പോയതുകൊണ്ടും അതുപോലെ തന്നെ 1-2 മാർക്കിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയതുകൊണ്ട് ജോലി കിട്ടാതെ പോകുന്നതൊക്കെ ആയിട്ടുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഇവരൊന്നും പഠിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ജോലി കിട്ടുന്ന ആ ഒരു റാങ്കിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടത്തില്ല. അത്യാവശ്യം ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. ഓരോ തസ്തികയ്ക്കും എത്ര റാങ്ക് മേടിക്കണം, ജോലി കിട്ടണം എന്നൊക്കെ ഉള്ളത് ഓരോ തസ്തികയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് തസ്തികയാണോ ആ തസ്തികയെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകണം. എത്ര റാങ്ക് മേടിച്ചാൽ എനിക്ക് ജോലി കിട്ടും, എത്ര റാങ്കിനുള്ളിൽ എനിക്ക് വരണം, അതിനുവേണ്ടി എത്ര മാർക്ക് ഞാൻ മേടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ബേസിക് ഐഡിയ എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം. കാരണം ഈ പറഞ്ഞ പോലെ വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികൾ എപ്പോഴും ഈ റാങ്ക് ലിസ്റ്റിൽ പുറകിലായി പോയതുകൊണ്ടും അതുപോലെ തന്നെ പോയിന്റ് മാർക്കിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയതുകൊണ്ടും ജോലി കിട്ടാതെ പോകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാവരുത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ 2025 ഡിസംബർ മാസമാണ്. അടുത്ത വർഷം ഇതേ സമയമാകുമ്പം, അതായത് 2026 ഡിസംബർ ആകുമ്പോഴേക്കും 100% ഒരു നല്ലൊരു സർക്കാർ ജോലി കിട്ടുമെന്ന ഉറപ്പിലേക്ക് ഇപ്പം തൊട്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാൽ, അതും യഥാർത്ഥ രീതിയിൽ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കറക്റ്റ് മെത്തേഡിൽ പഠിച്ചു തുടങ്ങിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ ഒരു വർഷം ആത്മാർത്ഥമായിട്ട് എഫേർട്ട് ഇട്ടാൽ അടുത്ത വർഷം ഇതേ സമയം ഞാൻ ഈ പറഞ്ഞ പോലെ 100% കോൺഫിഡൻസിൽ ജോലി കിട്ടുമെന്ന ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതിന് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ ഈ 2026 നടക്കുന്നുണ്ട്. എല്ലാം ഞാനിവിടെ വിശദീകരിക്കുകയാണ്. ഇതെന്തായാലും നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കുക. ഇത് കേട്ട് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. 3 പ്രധാനപ്പെട്ട 10th ലെവൽ പരീക്ഷകൾ ഈ 2026 നടക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളിൽ പലരും പഠനം ആരംഭിച്ചിരിക്കുന്ന കമ്പനി ബോർഡ് LGS. ഇതൊരു LGS നിലവാരത്തിലുള്ള പരീക്ഷയാണെങ്കിലും ഇതിന് PG ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും എല്ലാവർക്കും 10ാം ക്ലാസ് പാസ്സായ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ LDC നിലവാരത്തിലുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും ബെവ്കോ LDCയും ഈ 2 പരീക്ഷകളും നടക്കാൻ പോകുന്നത് 2026 ഈ 3 പരീക്ഷകൾക്കും ഒരേപോലെ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ സാധിക്കും. നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ തൊട്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാലും ഈ 3 പരീക്ഷകൾക്കും ജോലി കിട്ടുന്ന ഒരു റാങ്കിലേക്ക് 2026 ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും എത്തിച്ചേരുമെന്ന 100% കോൺഫിഡൻസിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും ബെവ്കോ LDCയും LDC നിലവാരത്തിലുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മുടെ 2024 നടന്ന ആ ഒരു LDCയുടെ അതേ സിലബസ് വെച്ച് തന്നെയാണ് നിങ്ങൾ ഈ ഒരു തസ്തികയ്ക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്നാൽ ഈ കമ്പനി ബോർഡ് LGS നിലവാരത്തിലുള്ള തസ്തിക ആയതുകൊണ്ട് തന്നെ അതിന് LGSന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ഇനി 3നും ഒരേപോലെ തയ്യാറെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഈ LDCയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം LDCയുടെ സിലബസ് പക്കായായിട്ട് പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ LGSൻ്റെ സിലബസും കവർ ആവുകയാണ്. LGSൻ്റെ സിലബസിലെ കണ്ടന്റ് എല്ലാം ഓൾറെഡി LDCയുടെ സിലബസിലുണ്ട്. അതുകൊണ്ട് തന്നെ 3നും തയ്യാറെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ എപ്പോഴും പറയുന്ന പോലെ LDCയുടെ സിലബസ് വെച്ച് തന്നെ പക്കായായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും അതുപോലെ ബെവ്കോ LDC ഒന്നും വേണ്ട, എനിക്ക് കുറച്ച് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു തസ്തിക മതി എന്നുള്ള ചിന്തയാണ് നിങ്ങളെത്തി നിൽക്കുന്നതെങ്കിൽ LGS സിലബസ് വെച്ച് പഠിച്ചാൽ മാത്രം മതി. അല്ലാതെ എല്ലാം എഴുതണം എന്നൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഡിഗ്രി ലെവലൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ LDC വെച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി ഇതിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് അധിഷ്ഠിതമായിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഇടയ്ക്ക് ഈ പറഞ്ഞ ഒരു പോയിന്റിൽ ഉൾപ്പെട്ട ആ ഒരു കാര്യം തന്നെ,
സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുവാണ്. 3 പ്രധാനപ്പെട്ട പരീക്ഷകൾ 2026 നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കമ്പനി ബോർഡ് LGS, പിന്നെ LDC നിലവാരത്തിലുള്ള ബെവ്കോ LDCയും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും. ഈ 3 പരീക്ഷകൾക്കും തയ്യാറെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനമായും കയ്യിൽ വേണ്ടത് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടുന്ന ഒരു സപ്പോർട്ടുമാണ്. പലർക്കും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല. പല രീതിയിലാണ് വീട്ടിൽ ഇരുന്നൊക്കെ ആണെങ്കിലും നിങ്ങൾ പഠിച്ചു പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ആഴ്ചയിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് കുറച്ചായിട്ട് നൽകിക്കൊണ്ട് മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ഈ പരീക്ഷകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. LDC നിലവാരത്തിലുള്ള ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LGS നിലവാരത്തിലുള്ള പുതിയ ബാച്ചും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട കോഴ്സുകളുണ്ട്. ഇനി 3നും തയ്യാറെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ LDCയുടെ സിലബസ് വെച്ച് തന്നെ പഠിച്ചു പോയാൽ മതി. LDCയുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. LGS മാത്രം എന്നുള്ളവർ LGSൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് അതിലിപ്പോൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കറക്റ്റായിട്ട് ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം എല്ലാ സബ്ജക്ട്സും വീഡിയോ ക്ലാസ്സിലൂടെ നോട്ട്സിലൂടെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്യും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ LDC കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ PSC LDC എന്ന് മെസ്സേജ് അയക്കുക. LGS കോഴ്സിലാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ PSC LGS എന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇനി സിലബസ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കോഴ്സ് മേടിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഈ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ചാണെങ്കിലും ഇതൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ സിലബസ് കംപ്ലീഷൻ എന്നൊക്കെ എല്ലാവരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് കറക്റ്റായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് പലർക്കും ഒരു ഐഡിയ ഇല്ല. പലരും അങ്ങനെ ചവർ പോലെ വാരി വലിച്ചങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഇത് പഠിച്ചു തീർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ടുള്ള ഒരു സിലബസ് PSC പരീക്ഷകൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ LDCയുടെ സിലബസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും ആദ്യം ചരിത്രത്തിൽ നിന്നാണ് കണ്ടന്റ് തുടങ്ങുന്നത്. ഈ ചരിത്രത്തിനെ തന്നെ 3 ഭാഗങ്ങളായിട്ട് PSC ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം, അങ്ങനെ 3 സെക്ഷനുകൾ. ഈ കേരള ചരിത്രം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ നമുക്ക് കണ്ടന്റ് ഉണ്ട്. ഈ കേരള ചരിത്രം തുടങ്ങുന്നത് തന്നെ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, തിരുവിതാംകൂർ രാജാക്കന്മാർ, കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേരള ചരിത്രം കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ടത് ഇപ്പോൾ കേരള ചരിത്രമാണ് പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കായി യൂറോപ്യന്മാരുടെ വരവ് എന്നുള്ള ഭാഗം എടുത്തു വെക്കുക. ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടോപ്പിക്കിലെ എല്ലാ കാര്യങ്ങളും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ചെറുതായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ അങ്ങ് പഠിച്ചു പോവുകയാണ് ചെയ്യേണ്ടത്. യൂറോപ്യന്മാരുടെ വരവ് എന്ന ടോപ്പിക്ക് എടുക്കുമ്പോൾ ഇവിടെ ആദ്യം വന്നിട്ടുള്ള യൂറോപ്യന്മാർ ആരാണ്, എവിടെ നിന്നാണ് ഈ യൂറോപ്യന്മാർ വന്നത്, ഏത് വർഷം, ഇന്ന വർഷമാണ് ഈ യൂറോപ്യന്മാർ ആദ്യമായി വന്ന ഈ യൂറോപ്യന്മാർ ഇവിടെ എത്തിയത്, പിന്നെ അതിനുശേഷം ഈ യൂറോപ്യന്മാരാണ് ഇവിടുത്തെ ഇന്ന ഒരു കോട്ട പണി കഴിപ്പിച്ചത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഈ എക്സാമിന് വേണ്ട പോയിന്റ് എല്ലാം സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഈ ടോപ്പിക് അധിഷ്ഠിതമായിട്ട് നമ്മൾ പഠിച്ചു തീർക്കുക. യൂറോപ്യന്മാരുടെ വരവ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അടുത്ത ടോപ്പിക്ക് തിരുവിതാംകൂർ രാജാക്കന്മാരെടുത്തിട്ട് എത്ര തിരുവിതാംകൂർ രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെ കാലഘട്ടം ഏതൊക്കെയാണ്, ഒന്നാമത്തെ തിരുവിതാംകൂർ രാജാവ് എടുക്കുക, ആ രാജാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇതുപോലെ ബുള്ളറ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുക, ചെറിയ കണക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച്. അങ്ങനെ ഓരോ ടോപ്പിക്കും വലിയ വലിയ സെൻറ്റൻസുകളായിട്ടല്ലാതെ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് നമ്മൾ കണ്ടന്റ് പഠിച്ചു തീർക്കുക. ഇങ്ങനെ പഠിച്ചു തീർത്താനുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഇതിനകത്ത് തോന്നത്തില്ല. ഇതല്ലാതെ ഈ വലിയ കഥ പോലെ വലിയ സെൻറ്റൻസുകളായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് തന്നെ മടുക്കുകയും ചെയ്ത് കുറേ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്ന് ആകെ പെട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കാൻ ഞാൻ പറഞ്ഞത്. നമ്മുടെ കോഴ്സ് മേടിച്ചവർക്ക് അതിനകത്തെല്ലാം കറക്റ്റായിട്ട് വീഡിയോ ക്ലാസ് നോട്ട്സുമായിട്ട് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് മേടിച്ചവർ അത് വെച്ച് മാത്രം പഠിച്ചു പോയാൽ മതി. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ചാണെങ്കിലും ഇങ്ങനെ പഠിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ചരിത്രമാണെങ്കിലും ഭൂമിശാസ്ത്രമാണെങ്കിലും ധനതത്വശാസ്ത്രമാണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയാണെങ്കിലും GK മുഴുവനായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ എല്ലാ ടോപ്പിക്കുകളും എല്ലാ സബ്ജക്റ്റിലെ എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു രീതിയിൽ പഠിച്ചു തീർക്കുക. മാത്സും ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പം LGS നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇംഗ്ലീഷൊന്നുമില്ല, അവർ മാത്സ് ആണെങ്കിലും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ ഇംഗ്ലീഷൊന്നും വലുതായിട്ട് സംസാരിക്കാൻ അറിയാൻ മേലെങ്കിലും PSCയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്യാവശ്യം സിമ്പിളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണത്. കുറച്ച് നിയമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറച്ച് റൂളൊക്കെ ഉണ്ട് ഗ്രാമറിന്. അതൊക്കെ ഇപ്പോൾ തൊട്ട് തന്നെ പഠിച്ച് അങ്ങ് മനസ്സിലാക്കി നൈസായിട്ട് അങ്ങ് പോയാൽ എക്സാം ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ കുറച്ച് അർത്ഥവും പര്യായമൊക്കെ വരുന്ന ആൻറ്റോണിംസ് സിനോണിംസ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ എഫേർട്ട് ഇട്ടാൽ തീർക്കാവുന്നുള്ളതേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. PSCയുടെ ഇംഗ്ലീഷ് ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന ടോപ്പിക്കുകൾ ഒന്നും അറിയാൻ മേലില്ല. ഇപ്പോൾ തൊട്ട് പഠിച്ചാലും മാത്സ് ഇച്ചിരി പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയുള്ള ഇംഗ്ലീഷ്, മലയാളം പക്കായിട്ട് സെറ്റാക്കാൻ പറ്റും. വലിയ സീനൊന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. GK ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. പിന്നെ മാത്സ് ഇച്ചിരി പാടുള്ളതൊക്കെ മാത്സ് ഇച്ചിരി എഫേർട്ട് ഇട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ GK ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ ടോപ്പിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഈ ഒരു സിലബസ് കംപ്ലീഷനിൽ നമ്മളെപ്പോഴും സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു സംഭവമുണ്ട്. അതാണ് റിവിഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഞാൻ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഏകദേശം 11 മണിക്കൂർ ലെങ്ത് വരുന്ന കേരള ചരിത്രം എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും എനിക്ക് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട മെസ്സേജ് വരാറുണ്ട്. സാറേ, കേരള ചരിത്രത്തിലെ മുഴുവൻ ചോദ്യങ്ങളും എനിക്ക് എഴുതാൻ പറ്റി, ഞാനത് മാത്രമാണ് നോക്കിയത്. ഡിഗ്രി ലെവൽ പരീക്ഷയാണെങ്കിലും 10th ലെവലാണെങ്കിലും എല്ലാ പരീക്ഷകൾക്കും അത് കഴിയുമ്പോൾ ചോദ്യം വരാറുണ്ട്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ടാണ് ഞാൻ ആ സെക്ഷൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടൊക്കെ വേണം നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ. കേരള ചരിത്രം അത് മാത്രം പഠിച്ചാൽ സംഭവം സെറ്റാണ്. അപ്പോൾ അങ്ങനെ നൽകിയേക്കുന്ന ഒരു ക്ലാസ്. അപ്പോൾ അത്രയും പഠിപ്പിച്ച എന്നോട് ഇപ്പോൾ കേരള ചരിത്രത്തിലെ ആ വീഡിയോയിൽ നടക്കുന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം അറിയണമെന്നില്ല. കാരണം അന്നേരം ഞാൻ റെഫർ ചെയ്ത് അതിനെപ്പറ്റി നോക്കിയിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഞാനത് പിന്നെ നോക്കാത്തതുകൊണ്ട് ഞാനത് മറന്നു പോവുക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചാൽ, യൂറോപ്യന്മാരുടെ വരവ് എന്ന ടോപ്പിക്ക് ഇന്ന് പഠിച്ചാൽ നാളെ അത് ഓർത്തിരിക്കുമായിരിക്കും. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഓർത്തിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവിഷൻ ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇന്നൊരു കാര്യം പഠിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് റിവിഷൻ ചെയ്യണം, വീണ്ടും ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യണം. അങ്ങനെ എക്സാം വരെ റിവിഷൻ ചെയ്ത് പോയാലേ ഉള്ളൂ ഇത് നമ്മുടെ ഇവിടെ ഓർത്തിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോവുക തന്നെ ചെയ്യും. റിവിഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എക്സാമിനൊരു ചോദ്യം വരുമ്പോൾ 4 ഓപ്ഷൻ കാണുമ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന് ഏതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവരുത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലർക്കും നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ റാങ്ക് ലിസ്റ്റിൽ പറഞ്ഞ പോലെ ഉയർന്ന റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ പുറകിലായി പോകുന്നതും 1-2 മാർക്കിനൊക്കെ റാങ്ക് ലിസ്റ്റിൽ പുറത്തു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷൻ വരുന്നത്. പക്ഷേ ഇവരൊന്നും പഠിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവരൊക്കെ പഠിച്ചു, പക്ഷേ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്തില്ല, ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയും അതുപോലെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് പോവുകയും പിന്നെ ഈ അടുത്ത എക്സാം വരെ എന്ന് വെച്ചാൽ എന്നാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് അല്ലെങ്കിൽ ജോലിയുടെ അഡ്വൈസ് കിട്ടുന്നത് ആ ഒരു ടൈം വരെ മടി വിചാരിക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇടയ്ക്കൊരു ഗ്യാപ്പ് പോലും മാക്സിമം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും വളരെ അത്യാവശ്യമുള്ള സിറ്റുവേഷൻ വന്ന് ഗ്യാപ്പ് വന്നാലും അത് നിങ്ങൾ അടുത്ത ആഴ്ചകളിൽ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാം ആകുമ്പം കറക്റ്റായിട്ട് ജോലി കിട്ടുന്ന ഒരു റാങ്കിലേക്ക് ഉള്ള ഒരു മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ, നന്നായിട്ട് പെർഫോം ചെയ്ത്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനം, സിലബസ് കംപ്ലീഷൻ, റിവിഷൻ, ഇത് 3ഉം പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ അടുത്ത വർഷം ഇതേ സമയമൊക്കെ ആകുമ്പോൾ നല്ലൊരു സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പം തൊട്ട് ഒന്നേന്ന് തുടങ്ങിയാലും ആ ഒരു ജോലി നേടാൻ സാധിക്കുമെന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക. ഇനി സ്റ്റഡി മെറ്റീരിയലൊന്നും കയ്യിലില്ല, എങ്ങനെ പഠിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആ ഒരു കോഴ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അത് മേടിച്ചാൽ അതിനകത്ത് വരുന്ന മെറ്റീരിയൽ വെച്ച് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ കോഴ്സ് വേണമെന്നുള്ളവർ PSC LDC എന്ന് LDC ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജ് ഇടുക. LGS എന്ന് LGS ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മെസ്സേജ് ഇടുക. നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.